പ്രിയമുള്ളവരെ, സജിയച്ചൻ പറഞ്ഞ കട്ട് ഓഫ് ടൈം കഴിഞ്ഞു. ഇപ്പം ഞാൻ അതിക്രമിച്ച് കിടക്കേണ്ടി വരികയാണ്. എന്തായാലും ഞാൻ വേറൊന്നിലേക്കും കിടക്കുന്നില്ല. വിഴിഞ്ഞം എന്നുള്ള ഒരു അദാനിയുടെ ഒരു വലിയ തുറമുഖം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പോരാട്ടം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തോടും ഭരണകൂടത്തോടും ഒക്കെ ഒരുമിച്ച് നടത്തേണ്ടി വന്ന മത്സ്യത്തൊഴിലാളികളുടെ പോരാട്ടത്തെക്കുറിച്ചുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഈ വിഷയത്തിലെ വിഷയമെന്ന് പറയുമ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖ വികസന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആദ്യമായി ഞാൻ പറഞ്ഞോട്ടെ, വിഴിഞ്ഞം തുറമുഖം ഒരു വികസനമല്ല, വികസന പദ്ധതിയല്ല. വികസനത്തെക്കുറിച്ച് എന്താണെന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ് പലരും വിഴിഞ്ഞത്തെ വികസന പദ്ധതിയാണെന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള ഡെഫിനിഷൻ അനുസരിച്ച് വികസനമെന്ന് പറഞ്ഞാൽ, ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം മനുഷ്യരുടെയും അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള അവരുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ് വികസനം. എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം ജില്ലയിലെയോ കേരളത്തിലെയോ മനുഷ്യരുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ ഈ പദ്ധതി യാതൊരു വികസനവും പങ്ക് വഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വികസനമല്ല, മറിച്ച് ഇതൊരു വിനാശകരമായൊരു പദ്ധതിയാണ്. അവിടെ ഇപ്പോൾ ചിലർ പറയും, ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞത്ത് വന്നില്ലേ, വികസനമല്ലേ? അന്നല്ല. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ വന്നാൽ നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? കാണാം, ഒരു കൗതുക കാഴ്ച എന്നുള്ളതിനപ്പുറം അതുകൊണ്ട് നമുക്കെന്തെങ്കിലും വരുമാനമോ ഗുണനിലവാരമോ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ടാണല്ലോ ഉദ്ഘാടനം നടത്തിയത്. എന്ത് വരുമാനം, എന്ത് നേട്ടം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഫിഷറീസ് മന്ത്രി പറഞ്ഞത്, നമുക്ക് കേരളത്തിന് GST വരുമാനമായിട്ട് ഒരു വർഷം 97 കോടി രൂപ കിട്ടി. GST ഞാൻ നോക്കിയിട്ട് നമ്മുടെ ലുലു മാൾ തിരുവനന്തപുരത്തുണ്ട്, ലുലു മാൾ, അവർ GST ആയിട്ട് കൊടുക്കുന്നത് 400 കോടി രൂപയാണ്. അപ്പോൾ ഒരു പൈസയും സർക്കാരിൽ നിന്ന് കിട്ടില്ല. ഇത് 8500 കോടി രൂപ കേരളത്തിൽ നിന്നും കേരള സർക്കാരിൻ്റെ പണം വാങ്ങി അദാനി നിർമ്മിച്ച തുറമുഖം കൊണ്ട് കേരളത്തിന് ഇതുവരെ ഒരു വർഷം ആകെ കിട്ടിയത് 97 കോടി രൂപ. GST വരുമാന വിഹിതമല്ല, GST ആണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇതാണോ വികസനമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വികസനമല്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്? മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തത് അവരുടെ പരിസ്ഥിതി സംരക്ഷിക്കാനായിട്ടാണ്, അവരുടെ തൊഴിലിടം സംരക്ഷിക്കാനായിട്ടാണ്. ഇവിടെ നേരത്തെ എനിക്ക് മുമ്പേ ഇവിടെ അവതരിപ്പിച്ച പ്രബന്ധങ്ങളിലൊക്കെ CMFRAയുടെ ശാസ്ത്രജ്ഞ, വിഴിഞ്ഞത്ത് നിന്ന് വന്ന ശാസ്ത്രജ്ഞ തന്നെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, വിഴിഞ്ഞത്ത് അവിടെ ഒരു തുറമുഖം നിർമ്മിക്കുമ്പോൾ CMFRAയോട് ഔദ്യോഗികമായി ചോദിച്ചതാണ്, അവിടെ എന്തെങ്കിലും കടലിൻ്റെ അടിത്തട്ട് എങ്ങനെയാണ്, ജൈവ സമ്പത്ത് ഉള്ളതാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സവിശേഷമായിട്ടുള്ള സ്വഭാവവിശേഷമുള്ളതാണോ? അപ്പോൾ അവിടെ ഞാൻ അറിഞ്ഞത്, അവർ പറയുന്നത് അവിടെ റോക്കി ബോട്ടം, അവിടെ അത് ഒരു പ്രശ്നവുമില്ല, അവിടെ തുറമുഖം പണിതാലും കുഴപ്പമില്ല. അപ്പോൾ ഈ റോക്കി ബോട്ടമുള്ള ഈ കടല് കുഴിച്ച് അവിടുത്തെ വസ്തുക്കൾ മുഴുവൻ എടുത്ത് റിക്ലമേഷൻ നടത്തിയിട്ടാണ് വിഴിഞ്ഞത്തെ പോർട്ടുണ്ടാക്കിയത്. ഇതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ പാരുകളെ പറ്റി പറഞ്ഞല്ലോ, വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു, പെരുമാക്കല്ലെന്ന് പറയുന്ന ഒരു പാര്, എനിക്കറിഞ്ഞുകൂടാ, വിഴിഞ്ഞത്തെ CMFRAയുടെ ശാസ്ത്രജ്ഞർക്ക് അറിയാമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പെരുമാക്കല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഒരു പാര് പൂർണ്ണമായി ഇല്ലാതായി. അവിടെ അനേകം ജൈവ സമ്പത്ത് വളരെ സമ്പുഷ്ടമായിട്ടുള്ള, അതിനെപ്പറ്റി അവിടുത്തെ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അവർ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുത്ത് അവർ പെരുമാക്കലിൽ ഈ ഡ്രഡ്ജിങ് നടക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഡ്രഡ്ജിങ്ങിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു. CMFRA ഒന്നും പറഞ്ഞില്ല. അപ്പോൾ CMFRAയുടെ കൂടി റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് റോക്കി ബോട്ടമാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പോർട്ട് നിർമ്മിച്ചത്. പക്ഷെ മത്സ്യത്തൊഴിലാളികൾ കാണിച്ചു കൊടുത്തു, ഇതിവിടെ കടലിലെ മത്സ്യസമ്പത്ത്, കടലിലെ ജൈവ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചുകൊണ്ടാണ് ഈ പോർട്ട് നിർമ്മാണം നടത്തിയതെന്ന്. അതുപോലെ തീരശോഷണത്തെക്കുറിച്ച് ഇവിടുത്തെ ശാസ്ത്രജ്ഞർ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തികൾ നടത്തിയാൽ തീരമില്ലാതാകും. ഞങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്.
ഒരു നിർമ്മാണ പ്രവൃത്തി, ഏറ്റവും വലിയൊരു നിർമ്മാണ പ്രവൃത്തിയാണ് വിഴിഞ്ഞത്ത് നടത്തുന്നത്. കടലിൽ അദാനിക്ക് വേണ്ടി, തുറമുഖത്തിന് വേണ്ടി ഒരു 4 കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തി. ഇത് നടത്താൻ തുടങ്ങിയപ്പോൾ മുതൽ തിരുവനന്തപുരത്ത് വടക്ക് ഭാഗത്തുള്ള നൂറുകണക്കിന് ആളുകളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. ഈ ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ സ്കൂൾ വരാന്തകളിലും ഗോഡൗണുകളിലുമായി കഴിഞ്ഞു, അഭയാർത്ഥികളെ പോലെ. ഇവർക്ക് വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്. സമരം നടത്തിയപ്പോൾ പക്ഷേ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്? ഇവിടെ ഫാദർ യൂജിൻ പെരേര ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസുകൾ എത്രയുണ്ടെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് പറയാം. സമരത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പലരെയും ഇവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ മുഖപത്രത്തിൽ ഫോട്ടോ അച്ചടിച്ചു വന്നു. എന്താ ഞങ്ങളെക്കുറിച്ച് വന്നത്? ഈ വികസന വിരുദ്ധർ, രാജ്യദ്രോഹികൾ, ഇങ്ങനെയൊക്കെയുള്ള. ഇപ്പം നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്താൽ, നമ്മൾ ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥകളും അവരുടെ തൊഴിലിടങ്ങളും അവർ വസിക്കുന്ന ഭൂമിയുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്താൽ നിങ്ങൾ രാജ്യദ്രോഹികളാകും, നിങ്ങൾ വികസന വിരുദ്ധരാകും, നിങ്ങൾ വിദേശ ചാരന്മാരാകും. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം നടത്തുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ 1 വർഷമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ ഈ 1 വർഷം കൊണ്ട് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ? വിഴിഞ്ഞം തുറമുഖം നടക്കുന്നത് 100 കണക്കിന് കപ്പലുകൾ വരികയും പോവുകയും ചെയ്തു. ഒരു ചരക്ക് പോലും ഇന്ത്യക്കകത്തേക്ക് വന്നിട്ടില്ല. ഒരു ചരക്ക് പോലും വിഴിഞ്ഞത്തുകൂടി ഇന്ത്യക്ക് പുറത്തേക്കും പോയിട്ടില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. ലോകത്തിൻ്റെ ഫാക്ടറി ഓഫ് ദ വേൾഡ് എവിടെയാണ്? ചൈനയിലെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വൻകിട മദർഷിപ്പുകളും അല്ലെങ്കിൽ അതുപോലുള്ള കപ്പലുകൾക്ക്, ചെറുകിട കപ്പലുകളിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് കൊളംബോയിലുണ്ട്, അല്ലെങ്കിൽ സിംഗപ്പൂരിലുണ്ട്, അത് ദുബായിലുണ്ട്. അതുപോലൊരു പോർട്ട് കൊച്ചിയിൽ നമ്മുടെ വല്ലാർപാടത്തുണ്ട്. അതുപോലെ വേറൊരു പോർട്ടാണ് വിഴിഞ്ഞത്ത്. ഈ ട്രാൻസ്ഷിപ്മെൻറ്റിലൂടെ ഏറ്റവും വലിയ നേട്ടമുണ്ടായത് ആർക്കാണ്? ചൈനയുടെ ഈ സമ്പദ്ഘടനയ്ക്ക് തന്നെയാണ്. ചൈന ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തി കൊടുക്കുകയാണ് ഇവിടെ വിഴിഞ്ഞത്ത് അദാനി. അപ്പോൾ വിഴിഞ്ഞത്ത് കാരണം എന്താ? അദാനി ഒരു പൈസ പോലും കേരള സർക്കാരിന് കൊടുക്കണ്ട. അപ്പോൾ ഈ അദാനിയുടെ ചൈനയുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും ഏറ്റവും കുറഞ്ഞ ചെലവിൽ വിതരണം ചെയ്യാനുള്ള ഒരു ചെറിയ ഇടമായി മാറിയിട്ടുണ്ട് വിഴിഞ്ഞം ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട്. പക്ഷേ ഇതിനു വേണ്ടി മുടക്കുന്ന ചെലവായ തുക മുഴുവൻ കേരള സർക്കാരിൻ്റെതാണ്. ഇതുമൂലമുണ്ടായിട്ടുള്ള പാരിസ്ഥിതികവും മറ്റുമെല്ലാമുള്ള സാമൂഹ്യപരവുമായിട്ടുള്ള എല്ലാ ദൂഷ്യഫലങ്ങളും അനുഭവിക്കുന്നത് അവിടുത്തെ തീരദേശവാസികളാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇന്നും നാളെയും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം വീണ്ടും കൂടുതൽ പെരുമാക്കല്ല് പോലെയുള്ള കൂടുതൽ പാരുകൾ നശിപ്പിക്കാനായിട്ടുള്ള പദ്ധതികളാണ് വികസനം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ പാരുകൾ നശിപ്പിക്കാനാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ CMFRയെ കുറിച്ച് ഒരു വാക്കുകൂടി ഞാൻ പറയാം. ഇവിടെ മത്സ്യത്തൊഴിലാളി സമരത്തെ തുടർന്ന് ഈ പദ്ധതി വന്നതുമൂലം ഞങ്ങളുടെ വരുമാനം കുറഞ്ഞു, അല്ലെങ്കിൽ മത്സ്യ ഉൽപ്പാദനം കുറഞ്ഞു എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പഠിക്കാൻ കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് CMFRയോട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം അവതരിപ്പിച്ച ഈ CMFRA അവസാനം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വിഴിഞ്ഞം തുറമുഖം വന്ന ശേഷം അവിടുത്തെ മത്സ്യ ഉൽപ്പാദനം കൂടിയെന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ ഒരു വശത്ത് വന്ന് പരിസ്ഥിതി സംരക്ഷിക്കാനും ജൈവാവാസ വ്യവസ്ഥയെക്കുറിച്ച്, പക്ഷെ ഞാൻ പറയും ഇതൊന്നും വ്യക്തിപരമായി ഒരു ശാസ്ത്രജ്ഞനോ ചെയ്തതല്ല. കാരണം പണം കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ രീതിയിൽ റിപ്പോർട്ട് എഴുതണമെന്ന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് CMFRA പോലും, അതുപോലുള്ള നിരവധി ശാസ്ത്ര സ്ഥാപനങ്ങൾ, CMFRA മാത്രമല്ല, സെസ്, അതുപോലെ NIOT, ഇതുപോലുള്ള എല്ലാ ശാസ്ത്ര സ്ഥാപനങ്ങളും ഇപ്പോൾ ഇതുപോലുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും വഞ്ചിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഈ തൊഴിൽ രംഗത്ത് നിന്ന് തന്നെ വാട്ടിപ്പായിക്കുന്ന രീതിയിലുള്ള നയങ്ങൾക്കും പദ്ധതികൾക്കും പരിപാടികൾക്കും കൂട്ടുനിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരും അക്കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു.